സുബഹി നിസ്കാരത്തിന് പള്ളിയെന്ന് ജമാഅത്തിന് വിളിച്ചാൽ, ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സഹോദരന്മാരെ, പള്ളിയെന്ന് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന്റെ ശബ്ദം ഏതൊക്കെ പുറയിലേക്ക് കേൾക്കും, ആ പുറയിൽ താമസിക്കുന്ന പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള എല്ലാ ആണുങ്ങളും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് കാല റസൂലുള്ളാഹി. ഒന്നുറക്കെ പറഞ്ഞോ, കാല റസൂലുള്ളാഹി. പള്ളിയെന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം വീട്ടിലേക്ക് കേൾക്കുന്ന ആരൊക്കെയുണ്ടോ ആ പുരുഷന്മാര്, പ്രായപൂർത്തിയായ പുരുഷന്മാര്, ബുദ്ധിയുള്ളവര് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. സുന്നത്തല്ല, അത് ഫർളാണ്. വരാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അല്ലാഹുവിന്റെ അടുത്ത് മഖ്ബൂലല്ല. എത്രത്തോളം നിങ്ങൾ അറിയോ? മദീന പള്ളിയിലെ രണ്ടാമത്തെ മുഅദ്ദിനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബിയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരണമെങ്കിൽ ധാരാളം വഴി നടക്കണം നബിയേ, പാറ കടന്ന് വരണം നബിയേ, വലിയ വലിയ കുന്നുകൾ താണ്ടി വരണം നബിയേ. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തിന് വരാൻ, 5 വഖത്തും വരാൻ വല്ലാത്ത വിഷമം തന്നെ. അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമേ, മദീനത്തെ പള്ളിയെന്ന് ബിലാൽ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന്റെ ശബ്ദം നിന്റെ പെരയിലേക്ക് കേൾക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം പറഞ്ഞു പോയി, നഅം യാ റസൂലല്ലാഹ്, ബിലാൽ ഇവിടുന്ന് ബാങ്ക് വിളിച്ചാൽ ആ ശബ്ദം എന്റെ പുറയിലേക്ക് കേൾക്കാറുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, പറ്റൂല പറ്റൂല, പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കേ. ഇങ്ങനെ ജമാഅത്തിന് വരുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവർക്ക് സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫദ്ദി ബി27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തിന് പങ്കെടുക്കുന്ന പുരുഷന്മാർക്ക് 27 ദറജ കൂലി നൽകപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള പഠിപ്പിച്ചു. അതുകൊണ്ട് ജമാഅത്തിന് എല്ലാവരും പള്ളിയിൽ വരണോ, സുബഹിക്ക് വരണോ, അസറിന് വരണം, മഗ്‌രിബ് വരണോ. അതിന് പോയോ അവിടെ ചർച്ചയില്ല, സമ്മേളനത്തിന് പോയോ അവിടെ ചർച്ചയില്ല, പ്രവർത്തിക്കാൻ പോയോ അവിടെ ചർച്ചയില്ല. ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ ജമാഅത്തിന് വരണം, യാതൊരു എക്സ്ക്യൂസും ഇല്ല. നമ്മുടെ ഹാലത ജമാഅത്തിന് പള്ളിയിൽ പോയി നിസ്കരിക്കണം, അല്ലാതെ വീട്ടിൽ തലകുത്തി മറിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുത്ത് നിസ്കാരം മഖ്ബൂലല്ല. അത് വളരെ ഗൗരവമാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് പരയിലേക്ക് ബാങ്ക് വെക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കാൻ പാടില്ല. ആ നാട്ടിൽ തിരുതാമസക്കാരായ മുസ്ലിമീങ്ങള് പള്ളിയിൽ പോയി നിസ്കരിക്കല് വാജിബാണ്, വാജിബാണ്. ഒരിക്കലൊരു സുബഹി നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങള് സലാം വീട്ടി നോക്കുമ്പോ വലഭാഗത്ത് ഇടഭാഗത്ത് റസൂലുള്ള സലാം വീട്ടി നോക്കുമ്പോ സാധാരണ പള്ളിയിൽ ജമാഅത്തിന് വരാറുള്ള സ്വഹാബാക്കളെ പലരെയും കാണാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുവന്ന് തുടുത്ത് ചുവപ്പ് കളറായി അവിടുന്ന് എഴുന്നേറ്റു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമർ എവിടെ ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് ചാടി എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലേ, എന്ത് വേണം? ഉമറേ, കുറച്ച് പന്തം കത്തിക്കൂ. പന്തം അറിയില്ലേ? ശുജാഅത്തിന്റെ സഫറിൽ പറഞ്ഞില്ലേ, പന്തം പിടിച്ചാൽ ഫജ്റമോ പൊട്ടാനി മുൾത്തുള്ളി പിൻചോര കട്ട പിന്നിന്ന് കേട്ടോ ചുമന്നോരു കൊട്ട. പന്തം പിടിച്ചാൽ ഫജ്റമോ പൊട്ട. പന്തം ഒരു ലൈറ്റാണത്. വലിയ പന്തം കത്തിച്ച് അതിന്റെ മുകളിൽ മണ്ണെണ്ണ ചിട്ടിയിട്ട് കത്തിക്കുന്ന ലൈറ്റാണ് പന്തം. ആ പന്തം പിടിച്ചു പോയാൽ നേരം വെളുക്കില്ല എന്ന പോലെ ആ പന്തം, അത് വലിയ തീപ്പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സുബഹി നിസ്കാരത്തിന് മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വരാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ വീട് പോയി തീ കൊള്ളിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉമറേ. നിസ്കരിക്കാത്ത ജനങ്ങളെ പറ്റിയല്ല ചെറുപ്പക്കാരാ,
മദീനത്തെ പള്ളിയിലേക്ക് സുബഹിക്ക് ജമാഅത്തിന് വരാത്ത സകലവരുടെയും വീടുകളെ കൊല്ലിവെച്ച് കരിച്ചു കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി. അപ്പൊ ജമാഅത്തിന് പള്ളിയിൽ വരാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്നത് അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ഈ ജമാഅത്തിന് വരേണ്ടത് ആരാണ്? പുരുഷന്മാരാണ്. വരുന്നവർക്കോ 27 ഡിഗ്രി കൂലി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് ആളുകൾ വരാറുണ്ടോ? യുവാക്കള് പോവാറുണ്ടോ? കുട്ടികൾ പോവാറുണ്ടോ? വയസ്സായവര് പോകാറുണ്ടോ? ഇല്ല. കൂലിയിലുണ്ട് 27 കൂലി ഡിഗ്രി. ഇതൊക്കെ നമുക്കറിയാം. ഇത് പോകാറുണ്ടോ? പോണില്ല. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട. അപ്പൊ നിങ്ങളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞ് നിങ്ങളുടെ നല്ലതിനാണ്. പള്ളിയിൽ വരണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ജമാഅത്തിന് വരണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡിസ്കൗണ്ടാണ്. മെൻസസ് ഉള്ളപ്പോ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആനുകൂല്യമാണ്. പ്രസവിച്ചു കിടക്കുന്ന പെണ്ണ് ബ്ലീഡിങ് മുറിയുന്നത് വരെ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആനുകൂല്യമാണ്. തന്നെയല്ല ആ വക്കത്തിലുള്ള നിസ്കാരം നിങ്ങൾക്ക് മടക്കേണ്ടതുമില്ല. അപ്പൊ ഇസ്ലാം മതത്തിൽ ആനുകൂല്യം എത്രയാണ്? നേരെ മറിച്ച് പുരുഷന് എപ്പോഴെങ്കിലും നിസ്കാരം ഒഴിവാക്കുന്ന മസലയുണ്ടോ? ആദ്യത്തെ രാത്രി ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കണ്ടുമുട്ടിയ ആദ്യത്തെ രാത്രി, ശരീരത്തിന്റെ വികാരം ചൂട് പകർന്നു കൊടുത്ത ആദ്യത്തെ രാത്രി, ജനാപത്തുകാരനായി ഒരു പുരുഷൻ മാറിയാൽ പുതിയാപ്പളക്ക് ജനാപത്തുണ്ടായി എന്ന് വെക്കുക. ഇസ്ലാമതം പറഞ്ഞില്ലേ, സുബഹിൻ മുമ്പ് കുളിച്ചോ, സുബഹി കളാക്കാതെ നിസ്കരിച്ചോ. അതുകൊണ്ട് യാതൊരു